എന്താ സാറേ ഈ നേരത്ത്? അതെന്താ ഞാൻ വരാറില്ലേ? ചേട്ടന്റെ ജാമ്യത്തിന് പ്രദീപ് വക്കീലിനെ കാണാൻ എന്നിട്ട് എന്തായി? അതൊക്കെ ഞാൻ ശരിയാക്കിയതല്ലേ, പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം? പക്ഷെ ആളെ ഞാൻ കണ്ടപ്പോ ആളൊന്നും പറഞ്ഞില്ലല്ലോ. അത് അയാൾക്കൊന്നും ഒരിക്കറിയില്ല. ഞാനല്ല അതിന്റെ കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പൊ എന്താ ഇത്ര പ്രശ്നം? ഇത്ര ദിവസം ഇല്ലാത്തൊരു വിഷയം എന്താ ഇപ്പൊ? അതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതൊന്നും വലിയ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ചോദിച്ചായിരുന്നു ആളോടെ. നീ എന്തിനാ അവരോടൊക്കെ ചോദിക്കാൻ പറഞ്ഞത്? അത് ഞാനേറ്റ കാര്യല്ലേ. പിന്നെ എന്തിനാ വേറെ മറ്റുള്ളവരൊക്കെ ചോദിക്കാൻ നിൽക്കണത്? അതിൽ വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. അതൊക്കെ ഞാൻ സെറ്റ് ആയിക്കൊണ്ട് ഒരു ടെൻഷൻ അടിക്കും വേണ്ട കേട്ടോ. നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ ചതിക്കോ? ഏട്ടന്റെ കാര്യമൊന്നും ശരിയാക്കില്ലല്ലോ. താൻ എന്താ വക്കീലാണോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങളൊക്കെ? അപ്പൊ അതിനെ കുറിച്ച് വേറെ ടെൻഷൻ അടിക്കണ്ട. അവന്റെ ജാമ്യം അങ്ങനെ നീണ്ടു പോണം. അതിന് നീ കാര്യമായിട്ട് ഇടങ്ങാറൊന്നും വേണ്ട കേട്ടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ നടക്കും. ഞാനല്ലടോ. 5-8 മാസം കൂടി ഞാനൊന്നങ്ങോട്ട് സുഖിക്കട്ടെ. അത് കഴിഞ്ഞ താനും ആയിക്കോ. പിന്നെ ഞാൻ അവളെ കല്യാണത്തിന് മുന്നേ കൊതിച്ചതാ. കുറെ ശ്രമിച്ചു, നടന്നില്ല. അവസാനം എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. അവൻ അങ്ങടെ ലോക്കാക്കി. അടിക്കടാ. ഇതിലും വലിയ അടിയല്ലടാ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. നീ ഒരു 5-8 മാസം കൂടി ഇങ്ങനെ ക്ഷമിക്ക്. അത് കഴിഞ്ഞ ശരി, ഞാൻ നാളെ വിളിക്കാം കേട്ടാ. ഇയാള് എന്റെ ചേട്ടനെ എന്നെ ചതിക്കായിരുന്നല്ലോടാ. ചതിക്കായിരുന്നല്ലേ എന്റെ ചേട്ടനെ? എന്നെ ചതിക്കായിരുന്നല്ലേ? നിങ്ങൾ ഇനി ജീവിക്കണ്ട. ഇത്രയും കാലം ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പരമാവധി ഇനി നിങ്ങൾ ജീവിക്കണ്ട. നിങ്ങൾ ജീവിക്കണ്ട. എന്റെ ചേട്ടന്റെ അടുത്തേക്ക് ഞാനും പോവുക. അന്ന് കൊന്നിട്ട് ഞാൻ എന്റെ ചേട്ടന്റെ അടുത്തേക്ക് പോകും. നീ അങ്ങനെ ജീവിക്കേണ്ടടാ കള്ള.